രാഹുൽ ഗാന്ധിക്കെതിരെ അസമിൽ കേസ്. ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായി പോരാടുകയാണെന്ന പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അസമിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. മോൻജിത്ത് ചോഡിയ എന്നയാളുടെ പരാതിയിൽ അസമിലെ ഗുവാഹത്തിയിലുള്ള പാൻബസാർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 152, 197, 1 വകുപ്പുകളാണ് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പരാമർശം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പരാതിയിൽ പറയുന്നു. ഭരണകൂടത്തിനെതിരായ യുദ്ധപ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവ് തന്റെ പരാമർശത്തിലൂടെ നടത്തിയിരിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരം പരാജയപ്പെടുന്നതിലുള്ള നിരാശയാണ് രാഹുലിനെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിക്കുന്നത്. രാഹുൽ അനുവദനീയമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധി ലംഘിക്കുന്നുവെന്നും പൊതുക്രമത്തിനും ദേശീയ സുരക്ഷയ്ക്കും ഗുരുതരമായി ഭീഷണി ഉയർത്തുന്നുവെന്നും പരാതിയിൽ ആരോപിക്കുന്നു. കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചായിരുന്നു രാഹുൽ പരാതിക്ക് കാരണമായ പരാമർശം നടത്തിയത്. BJPയും RSSും രാജ്യത്തെ ഓരോ സ്ഥാപനത്തെയും പിടിച്ചെടുത്തിരിക്കുകയാണെന്നും ഇപ്പോൾ നമ്മൾ BJPയുമായും RSSുമായും ഇന്ത്യൻ ഭരണകൂടവുമായും പോരാടുകയാണെന്നുമായിരുന്നു രാഹുലിന്റെ പരാമർശം. അതേസമയം രാഹുൽ ഗാന്ധി BJPയെയും RSSനെയും വിമർശിച്ചതിനെ തുടർന്ന് 250 രൂപ നഷ്ടമുണ്ടായതായും പരാതിയുണ്ടായി. സമസ്തിപൂർ ജില്ലയിലെ സോൻപൂർ ഗ്രാമത്തിൽ താമസിക്കുന്ന മുകേഷ് കുമാർ ചൗധരിയാണ് ബീഹാർ കോടതിയിൽ പരാതി ഫയൽ ചെയ്തത്. ഡൽഹിയിൽ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാനമായ ഇന്ദിരാഭവന്റെ ഉദ്ഘാടന വേളയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവന തന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്നും മാനസിക വിഷമം ഉണ്ടാക്കിയെന്നും പരാതിയിൽ പറയുന്നു. പരിഭ്രാന്തിയിൽ കയ്യിലുണ്ടായിരുന്ന പാൽ ബക്കറ്റ് താഴെ വീണെന്നും ഇതുവഴി 250 രൂപയുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടായെന്നുമാണ് പരാതി. രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സമസ്തിപൂരിലെ റൊസേര സിവിൽ കോടതിയിലാണ് ഇദ്ദേഹം ഹർജി സമർപ്പിച്ചത്.